ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടാണ് SIT വിവരങ്ങൾ തേടുന്നത്. ഈ മാസം 10-ാം തീയതി വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ വൈകാതെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർണായക സംഭവമുള്ളത് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ് SIT. ഇതിനു മുമ്പ് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. വിശദാംശങ്ങൾ ചോദിക്കാം. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിളപ്പാളി കേസിലും കൂടി അറസ്റ്റിലായിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെയാണ് ഇപ്പോൾ തുടരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതി അറിയിക്കേണ്ടതുമുണ്ട്. അപ്പോൾ അതിനു മുൻപ് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക. മാത്രമല്ല, അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങൾക്കടക്കം കൂടുതൽ വിവരങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു തുടങ്ങിയതിന്റെ ഒരു സൂചനകൾ കൂടി ഒരുപക്ഷെ നാളെ ലഭിച്ചേക്കും. ഇനി എന്തൊക്കെയാണ് നിർണായകമായ നീക്കങ്ങൾ? ഈ അന്വേഷണത്തിന് അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അതിന്റെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം കടക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് N. വാസുവിനെ ചോദ്യം ചെയ്തത്. വൈകാതെ തന്നെ A. പത്മകുമാർ അടക്കമുള്ള ആളുകളിലേക്കും അന്വേഷണം എത്തും. അവരെയും ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച് അതിൽ കൃത്യമായ പങ്കുള്ള ആളുകളുണ്ടെങ്കിൽ അത്തരം ആളുകളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ ഒരുങ്ങുകയാണ്. എന്തായാലും 6 ആഴ്ചത്തെ സമയമാണ് കൊടുത്തിരുന്നത്. അത് ചിലപ്പോൾ ഒരു 1-2 ആഴ്ചയും കൂടി എക്സ്റ്റൻഷൻ കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു 2 മാസത്തിലധികം അന്വേഷണം നീണ്ടു നിൽക്കില്ല. അതിന് മുന്നോടിയായിട്ടുള്ള വിവരങ്ങൾ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് സംഘം കടക്കുകയും ചെയ്യുകയാണ്. ഇന്നലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2ാമത്തെ കേസിൽ, ഈ കട്ടിളപ്പാളി കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ ദ്വാരപാലക ശില്പത്തിലെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും കട്ടിളപ്പാളിയാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത ഈ ചോദ്യം ചെയ്യൽ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ജിൽസി പറഞ്ഞതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ നമുക്ക് നാളെ അറിയാൻ സാധിക്കും. കാരണം ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നാളെ സംഘം സമർപ്പിക്കും. അതിൽ നിന്ന് ഇതിന്റെ ഉന്നതരെ സംബന്ധിച്ച പങ്ക് സംബന്ധിച്ച് വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഉണ്ട് എന്നുള്ളത് തന്നെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലും ഈ ഒരു 2 ആഴ്ചയോളമായി ഇതിന്റെ പുരോഗതി വിവരങ്ങൾ ഹൈക്കോടതിയെ സംഘം അറിയിച്ചിട്ട്, അപ്പോൾ അതിന്റെ ഈ കഴിഞ്ഞ സമയങ്ങളിലെ അന്വേഷണത്തിന്റെ ഒരു സമഗ്രമായ വിവരം എന്തായാലും ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. അന്വേഷണം തുടങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു തോന്നുന്നു, അല്ലേ? 2 ആഴ്ച കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ദേവസ്വം ബോർഡിലേക്കോ അതിനു മുകളിലേക്കോ ഒന്നും അന്വേഷണം എത്തിയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. ഇനി വെറും 1.5 മാസമാണ് ആകെ സമയമുള്ളത്. 6 ആഴ്ച